മാന്യ പ്രേക്ഷകരെ, എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലുകളിലും നിറഞ്ഞിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വളർച്ച കണ്ട് BJPയും കോൺഗ്രസും സകല പാർട്ടികളും ഇപ്പോൾ ആകെ അങ്കലാപ്പിലായിരിക്കുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വ്യൂവേഴ്സ്, ഫോളോവേഴ്സ് ഒക്കെ ജനതാ പാർട്ടിയെ കഴിഞ്ഞും കോൺഗ്രസിനെ കഴിഞ്ഞും ഒക്കെ മുന്നിൽ എത്തിയിരിക്കുന്നു. ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാകാൻ കാരണം നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിയുടെ വായിൽ നിന്ന് വീണ ഒരു മണ്ടത്തരമാണ്. സുപ്രീം കോടതി ജഡ്ജിയും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കൊക്കെ ജോലിയില്ലാതെയും പണിയെടുക്കുന്നവരും അധ്വാനിക്കുന്നതുമായ പാവപ്പെട്ട ജനങ്ങളെ പുച്ഛമാണ്. അതിനാലാണല്ലോ അവർ പറഞ്ഞത് ജോലിയില്ലാത്ത യുവജനങ്ങൾ കോക്രോച്ച് പോലെയാണ്. വാട്ട് ഈസ് ദാറ്റ്? എന്താണ് അതിൻ്റെ അർത്ഥം? കോക്രോച്ച് എന്ന് പറയുന്ന ജീവി ഒരുപാട് രോഗാണുക്കൾ വഹിക്കുന്നതും രോഗം പടർത്തുന്നതുമായ ഒരുപാട് കാലം ജീവിക്കുന്നതുമായ ഒരു ജീവിയാണ്. ആ ജീവിയെ ഒരു നല്ല ജീവിയായിട്ട് അല്ല സാധാരണഗതിയിൽ ഗണിക്കപ്പെടുന്നത്. പക്ഷേ ഏത് സംഗതി വ്യത്യസ്തമായ സാഹചര്യത്തിലും ജീവിച്ച് പടപൊരുതി ജീവിക്കുവാൻ അവയ്ക്ക് പ്രത്യേകമായ കഴിവുണ്ട്. അത്തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് നികൃഷ്ടമായ ഒരു ജീവിയല്ല കോക്രോച്ചുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു സോഷ്യൽ മീഡിയ തരംഗം ഇപ്പം ഉടലെടുത്ത് കോക്രോച്ച് ജനതാ പാർട്ടി. ഈ ജനതാ പാർട്ടിക്ക് തന്നെ ആകപ്പാടെ നാണക്കേടായി ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. കോക്രോച്ചുകൾ കരണ്ട് തിന്നും സത്ത് ഊറ്റി കുടിച്ചും ജീവിക്കുന്ന ഒരു പരാഗിയായിട്ടുള്ള ഒരു ജീവിയായതുകൊണ്ട് പാർട്ടി തന്നെ അങ്ങനെയാണോ എന്നുള്ള സംശയത്തിൽ ഇപ്പോൾ അതിൻ്റെ തിങ്ക് ടാങ്കുകളെല്ലാം ബേജാറായിട്ട് വിത്ത് ഹെൽഡ് ചെയ്യുക, നിരോധിക്കുക, അത് ചാനൽ ആവശ്യപ്പെട്ടുകൊണ്ട് നിരോധിക്കുക, ഇതൊക്കെയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ വ്യക്തികൾക്കൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ ഗവൺമെൻറ് ആണെങ്കിലും വേറെ എന്ത് സോഷ്യൽ മീഡിയ ഇതാണെങ്കിലും സോഷ്യൽ പ്രസ്ഥാനങ്ങളാണെങ്കിലും എവിടെ തിന്മ കാണുന്നോ അതിനെതിരെ പ്രതികരിക്കാനുള്ള റൈറ്റ്സ് പ്രതികരിക്കണമെന്നാണ് ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെ പഠിപ്പിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനാണ് എല്ലാത്തിൻ്റെയും മുന്നിലുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് രാജ്യം നിലനിൽക്കുന്നത്. അതനുസരിച്ചാണ് പ്രധാനമന്ത്രിയും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിയമത്തിനനുസരിച്ചാണ് സത്യം ചെയ്ത് ഒപ്പിട്ട് അധികാരമേറ്റെടുക്കുന്നത്. എടുത്തു കഴിയുമ്പോൾ അവർ രാജാക്കന്മാരായി അവർക്ക് തോന്നിയ മാതിരി അവരുടെ സബോർഡിനേറ്റ്സുകളെയും അല്ലെങ്കിൽ അവരുടെ പെട്ടുപിടുത്തക്കാരെയും ആൾക്കാരെയൊക്കെ നിയമിച്ചുകൊണ്ട് അവർ ജീവിത സുഖ സൗകര്യങ്ങളിൽ ആറാടി വിദേശ രാജ്യങ്ങളിലൂടും നല്ല സോഷ്യലിസവും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും അവിടെ ജാതി മത വർണ്ണ ഭേദഗതി ഇല്ലാത്ത സ്ഥലത്തേക്ക് ഒക്കെ അവിടേക്ക് പോയി സുഖമായി കൂടുക തന്നെ ചെയ്യുന്നത്. ഇവിടെ എന്താണ് പാവപ്പിടിച്ച ജനങ്ങളെ വിദ്യാഭ്യാസവും ദാരിദ്ര്യത്തിലൊക്കെ നമ്മൾ മുൻപന്തിയിലാണ്. ഭയങ്കര GDP ആണ്, ഭയങ്കര ഇതാണെന്ന് പറയുന്നത്. വെറും 1% വരുന്ന ആളുകളുടെ കയ്യിലാണ് ഇന്ത്യ രാജ്യത്തെ പണത്തിൻ്റെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു 5% ജനങ്ങളുടെ കയ്യിലാണ് ഭൂരിഭാഗം പണമുള്ളത്. ബാക്കിയുള്ളവരെല്ലാവരും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും ജോലിയില്ലാതെയും ജീവിക്കാൻ തന്നെ നിവൃത്തിയില്ലാതെയും നിൽക്കുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് എത്രയോ ആത്മഹത്യയാണ് കുറഞ്ഞു പോയത്. അതൊന്നും ഇഷ്ടമില്ല മുതലാളികൾക്ക്. ജനങ്ങളെ കുറഞ്ഞ കൂലിയിൽ, കേരളത്തിലൊക്കെയാണ് കുറച്ച് കൂലി കൂടുതലുള്ളത്, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അതുമില്ല. അടിമത്തമായിട്ട് ഓരോ ചേരികളായിട്ടുള്ള ഗുണ്ടാഭരണത്തിൻ്റെ കീഴിലും നിയമങ്ങൾ വളച്ചൊടിച്ചും ബ്യൂറോക്രസി ബ്രൈബറിയിലൂടെ പണം സമ്പാദിച്ചും എല്ലാം വിദേശങ്ങളിലേക്ക് ചേക്കേറുകയാണ്. കേരളത്തിൽ നിന്ന് തന്നെ 40 ലക്ഷം യുവജനങ്ങൾ പോയെന്നാണ് പറയുന്നത്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ജനാധിപത്യ പ്രവർത്തനങ്ങൾ കൊണ്ട്. കാരണം ജനങ്ങൾക്ക് വേണ്ടത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഫ്രീഡം ടു സ്പീച്ച്, ഫ്രീഡം ടു ലിവ്, ഫ്രീഡം ടു തിങ്ക്, ഫ്രീഡം ടു റൈറ്റ്. അതോടൊപ്പം മറ്റുള്ള ജനങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ സ്ഥിതിയിലേക്ക് വരാനാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയുടെയും ആധുനിക ടെക് യുഗത്തിൻ്റെയും മുന്നിലാണ്. ഇപ്പോൾ AI-യും അതേപോലെ ഓരോ ടെക്നോളജി വികസിച്ചിട്ട് ബാങ്കിങ് പോലും സോഷ്യൽ മീഡിയ കൂടെ ആധുനിക ഉപകരണങ്ങളുടെ സഹായത്താലാണ് നടക്കുന്നത്. ഇവിടെ കോർപ്പറേറ്റുകൾക്ക് മുഴുവനും രാജ്യത്തിൻ്റെ സ്വത്ത് ടിപ്പിലും തെരുകിടയിലൂടെ എഴുതി കൊടുത്ത് രാഷ്ട്രീയ പാർട്ടിക്കാർ ബോണ്ട് വാങ്ങി, ആളെ പറയില്ല, പണം മേടിക്കും. എന്നിട്ട് അവർക്ക് വേണ്ടി അനുകൂലമായ നിയമം ഉണ്ടാക്കി സാധാരണ ജനങ്ങളെ പറ്റിച്ച്
അവർ ചെറിയ 40 ലക്ഷം രൂപ മുടക്കി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തേണ്ടതിന് പകരം 20 കോടിയും എത്ര കോടിയും കൊടുത്ത് ജനപ്രതിനിധി ആയിക്കഴിയുമ്പോൾ അവരെ കോടിക്കോടി കൊടുത്ത് തട്ടിയെടുത്ത് ഭരിച്ച് നാടുകളെ മുടിപ്പിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ അവരുടെ ശബ്ദം ഇല്ലാതാക്കാൻ വേണ്ടി അവരെ അടയ്ക്കുന്നു. ED, എൻഫോഴ്സ്മെൻറ്റ്, പോലീസ്, CBI എന്തു പറഞ്ഞാലും രാജ്യദ്രോഹം. ഈ ചെയ്യുന്ന ഒന്നും രാജ്യദ്രോഹമല്ല. ഇവർ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് അവരെ കൊള്ളയടിച്ച് ഉണ്ടാക്കുന്നതൊന്നും രാജ്യദ്രോഹമല്ല. കരിമണൽ കട്ടുവയ്ക്കുന്നു, ഖനികൾ കൊള്ളയടിക്കുന്നു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും മുഴുവനും മഫിയാക്കി എഴുതി കൊടുക്കുന്നു. ഇങ്ങനെ എല്ലാ രീതിയിലും കമ്മീഷൻ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് കമ്മീഷൻ തട്ടുന്നു, വീണ്ടും പൊളിച്ചു കളയുന്നു, പണിയുന്നു. ഇതൊക്കെയാണോ വികസനം? സുഹൃത്തുക്കളെ, നാട്ടിലെ വികസനം എന്ന് പറയുന്നത് നാട്ടുകാരുടെ വികസനമാണ്. ജനങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പുരോഗതിയാണ്. ജീവിതത്തിലുണ്ടാകുന്ന പുരോഗതിയും ജീവിത സാഹചര്യങ്ങളുടെ പുരോഗതിയും നല്ല ആരോഗ്യവും ഹെൽത്തും ഒക്കെയാണ്. അല്ലാതെ കെട്ടിടം ഉണ്ടാക്കി സിമെൻറ്റും പൊളിച്ചു കളഞ്ഞ് കമ്മീഷൻ തട്ടി വീണ്ടും നടത്തുക എന്നുള്ള വികസന സങ്കല്പം ഈ ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമേ ഉള്ളൂ. മറ്റുള്ള തേർഡ് വേൾഡ് കൺട്രിയിലൊക്കെ ഉണ്ടാകാം. എങ്കിൽ കൂടി ഇവിടെ നിന്ന് കുറേ പണമുണ്ടാക്കി കട്ട് മുടിച്ച് പണമുണ്ടാക്കിയിട്ട് എല്ലാവരും നാട് വിടുകയാണ്. ചെറുപ്പക്കാരും വിടുകയാണ്, അല്ലാത്തവരും വിടുകയാണ്. അഡാനി, അംബാനി എല്ലാം മറ്റുള്ള രാജ്യങ്ങളിൽ പോയി നല്ല കോടികളുടെ കൊട്ടാരങ്ങളൊക്കെ പണിത് ഉണ്ടാക്കുകയാണ്. നമുക്കറിയാം കടന്നുപോയ ചങ്ങാതിമാരെ. എയർലൈൻസിൻ്റെ കിങ് ഫിഷറും എത്ര അധികം ആൾക്കാരാണ്, 25,000 രാമന്മാർ ഓൾറെഡി നാട് വിട്ടു പോയി. പണം ഉണ്ടാക്കി ഇവിടുന്ന് നാട് വിട്ടുപോയി അവിടെ വിദേശ രാജ്യത്തിൽ കൂടെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്, ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്യൂറോക്രസിയും നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റവും കൂടെ തമ്മിലുള്ള ബന്ധത്തിൻ്റെ കറപ്ഷനാണ്, ടോട്ടൽ കറപ്ഷനാണ്. ബ്യൂറോക്രാറ്റുകൾ എങ്ങനെയെങ്കിലും സംവരണമോ ബാക്ക് ഡോറിൽ കൂടിയോ എങ്ങനെയെങ്കിലുമൊക്കെ മുകളിൽ എത്തിക്കഴിഞ്ഞ് കളവും കൊള്ളയും നടത്തി പണമുണ്ടാക്കി വിദേശ രാജ്യത്തിലേക്ക് അവരുടെ മക്കളെ ആദ്യം പറഞ്ഞു വിട്ട് ബാക്കി മൊത്തത്തിൽ പോയി, അല്ലെങ്കിൽ ഇവരെ എവിടുന്ന് എപ്പോഴെങ്കിലും തയ്യാറായിരുന്നു കൊണ്ടിട്ട് പോകുന്ന ചരിത്രമാണ് മൊത്തത്തിലുള്ളത്. നമ്മളൊരു പഠനം നടത്തിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ രാജ്യത്തെ ഉന്നത ഉദ്യോഗസ്ഥരും ബ്യൂറോക്രാറ്റുകളും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെയും മെയിനായിട്ടുള്ള ആൾക്കാരെല്ലാം വിദേശത്താണെന്ന് ഇവർക്ക് ധൈര്യമുണ്ട് ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിക്കുവാൻ. അത് ചെയ്യില്ല. കാരണം അവരെല്ലാവരും ധാരാളം കോടികളും ലക്ഷങ്ങളും മുടക്കി വിദേശത്ത് പോയി സെറ്റിലായിരിക്കുകയാണ്. എന്നിട്ടാണ് ഇവിടെ കിടന്ന് ഈ വർത്തമാനം പറഞ്ഞ് ജാതിയും മതവും പറഞ്ഞ് എല്ലാവരെയും തമ്മിൽ തെല്ലിച്ച് അവർ മുതലെടുക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ ദൈവവും എല്ലാം മനുഷ്യനെ നന്നാക്കാനുള്ളതാണ്. ജാതിയും മതവും വർഗവും പറഞ്ഞ് തമ്മിൽ തല്ലിച്ചിട്ട് ദൈവം മനുഷ്യനെ നന്മയ്ക്കായിട്ടുള്ളതാണ്, അല്ലാണ്ട് തിന്മയ്ക്കായിട്ട് ഉള്ളതല്ല. ഒരു മതവും തിന്മ പറയുന്നില്ല, അല്ല നല്ല വശങ്ങൾ എടുത്താൽ മതി. ഇതാണ് ഇന്ത്യയിലെ വ്യവസ്ഥ. ഇന്ത്യയിലൊക്കെ പണ്ട് മുതലേ ജാതി വ്യവസ്ഥയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതേമാതിരി അതിനെ വിഘടിപ്പിച്ചുകൊണ്ട് മനുഷ്യരെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് മുതലെടുക്കുന്നതായ ഒരു വ്യവസ്ഥിതി ഇപ്പോഴാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇവിടുത്തെ യൂത്ത് ജനങ്ങൾക്ക് മാത്രമല്ല, ആർക്കും തന്നെ ജോലിയില്ല. യൂത്തിനുമില്ല, മിഡിലിനുമില്ല, വയസ്സിനുമില്ല, ആർക്കുമില്ല. വയസ്സ് ജനങ്ങൾക്ക് പെൻഷനുമില്ല, സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല, ഒന്നുമില്ല. ആകെ സെക്യൂരിറ്റിയൊക്കെ ഉള്ളത് ഒരു പേഴ്സൻ്റോ 2 പേഴ്സൻ്റോ വരുന്ന വലിയ ബ്യൂറോക്രാറ്റ്സിനും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനും ഒക്കെയാണ്. പണിയെടുത്താലും പണിയെടുത്തില്ലെങ്കിലും അവർക്കൊക്കെ ഇഷ്ടംപോലെ ശമ്പളവും ഇഷ്ടംപോലെ പെൻഷനും അതോടൊപ്പം എന്ത് കാര്യത്തിനും കൈക്കൂലിയും. ഇങ്ങനെ നമ്മുടെ രാജ്യം ദാരിദ്ര്യത്തിൻ്റെ അങ്ങ് മുകളിലാണ് കിടക്കുന്നത്. എന്നിട്ട് വെറുതെ വർത്തമാനം പറയുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ആദ്യം ആരും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടുത്തെ വികസനം കണ്ടുകൊണ്ടിട്ട് വല്ലവരും ടോപ്പ് ലെവലിൽ വരിക എന്നല്ലാണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇവിടെയെല്ലാം വിസയ്ക്ക് വേണ്ടിയിട്ട് ക്യൂ ആണ്, തമ്മിത്തല്ലാണ്, മഞ്ഞും കൊണ്ടിട്ടാണ്. ജാതിയും മതവും വർഗമൊന്നുമില്ല, വിസ മേടിച്ച് പുറത്തേക്ക് പോകാൻ. ഇത് നമ്മൾ ഇതാക്കേണ്ട കാര്യമാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വരണം. ഈ വ്യവസ്ഥിതിയിൽ ചേഞ്ച് വരണം. അതിലുള്ള യുവജനങ്ങളുടെ രോക്ഷമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി. അത് മനുഷ്യന് അവൻ്റെ വിഷമതകളും സങ്കടങ്ങളും പ്രകടിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോമാണ്. അതിനുള്ള അധികാരം ജനാധിപത്യത്തിലുണ്ട്. ഇത് ഏകാധിപത്യമൊന്നുമല്ല. ഇവിടെ ജനാധിപത്യം പറഞ്ഞ അധികാരത്തിൽ കയറിയിട്ട് മുടിഞ്ഞ ഏകാധിപത്യമാണ്. പിന്നെ ബ്യൂറോക്രസിയൊക്കെ പേടിച്ച് നിന്ന്, കാരണം അവരൊന്നും കറക്റ്റ് വേയിൽ വന്നവരല്ല. അത് തന്നെ എല്ലാ സിസ്റ്റത്തിലും, ജുഡീഷ്യറിയിലും സർവ്വതിലും ഈ അഴിമതി നടമാടിയിട്ട് ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. ബിഗ് ഇൻഡസ്ട്രികൾ മുഴുവനും കൈയടക്കി എല്ലാവിധ എക്കണോമിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം ബിഗ് ഇൻഡസ്ട്രിക്ക് ബ്രൈബ് മേടിച്ചുകൊണ്ട് എല്ലാം കൊടുക്കുകയാണ്. അത് അവർ കൂലിയും കുറച്ച് കൊടുത്തുകൊണ്ട് മനുഷ്യൻ്റെ ലഭിക്കേണ്ടതായ
സൗകര്യങ്ങൾ കൊടുക്കാതെ അവർ പണമുണ്ടാക്കി 50 ലക്ഷം കോടി ഒരു കമ്പനി അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. 30 ലക്ഷം കോടി അടുത്ത കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. കാരണം ഇവർ കള്ളന്മാരായിട്ട് അവിടെ അന്വേഷണം വന്നു, അവർക്ക് അവിടെ പോകാൻ പറ്റില്ല, അവർ നിലനിൽപ്പില്ല എന്ന് കണ്ടപ്പോൾ അവർ കൊണ്ടുപോകണം. എന്തുകൊണ്ട് ഇവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല? 50 ലക്ഷം കോടി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ലേ? 30 ലക്ഷം കോടി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് കട്ടെടുത്ത് മുടിച്ച് അവിടെ കൊണ്ട് ഇടുകയാണ്, പേടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അവന്മാർ ചിലപ്പോൾ ജയിലിലാവും. സിസ്റ്റമൊക്കെ കറക്റ്റാണ്, അവർക്ക് വികസിക്കാൻ പറ്റിയല്ല. അവരും അവരുടെ സന്തതി പരമ്പരകളും അവരുടെ കിമ്മിടികളും മാത്രം അവരുടെ എല്ലാം കൂടുന്നുണ്ട്, ബാലൻസ് ഷീറ്റ് കൂടുന്നുണ്ട്, GDP കൂടുന്നുണ്ട്. കാരണം അവർ ടാക്സ് കൊടുക്കുന്നില്ല. 16.3 ലക്ഷം കോടിയാണ് കോർപ്പറേറ്റുകളുടേത് എഴുതി തള്ളിയത്. ഇതിനൊന്നും ആരും ചോദിക്കാനില്ല, ആ വകുപ്പും പറഞ്ഞ്. ഇങ്ങനെ പൊളിറ്റിക്കൽ ആൻഡ് ഇതിൻ്റെ ഇതാണ്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഔട്ട്.